ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലിഹി വസഹ്ബിഹി വമൻവാലാഹു വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ഇത് നമ്മൾ വിശദീകരിച്ചു. ഇനി അതിൻ്റെ തുടർച്ചയിൽ വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ ഖാലൂ ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമ. ഈ ആയത്തുകളൊക്കെ ഏതിൻ്റെ സാഹചര്യത്തിൽ അവതീർണമായതാ? ഈ ആയത്തുകളൊക്കെ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ. ഏത് യുദ്ധം? അഹ്സാബ് യുദ്ധം, കിടങ്ങി യുദ്ധം, ഖന്തഖ് യുദ്ധത്തിൻ്റെ അഹ്സാബ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണിത് അവതീർണമായത് ഈ ആയത്തുകളൊക്കെ. ഇനിയും നമുക്ക് ഇതിൽ ചില ആയത്തുകളുണ്ട്. പിന്നെ അതിൽ നമുക്ക് ഇനി ഈ ബനു ഖുറൈള ജൂതഗോത്രത്തെ കൈകാര്യം ചെയ്ത വിഷയം സംസാരിക്കാമല്ലോ ഇൻഷാ അല്ലാഹ്. അത് നമുക്കൊരു ദിവസത്തെ ക്ലാസ്സാണ്. നമുക്ക് ഇതിനെ തുടർന്ന് ഇതിലൊരു 2-3 ആയത്ത് കഴിഞ്ഞാൽ അത് ആ ചരിത്രം അയ്യാറ് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ചരിത്രമാണത്. നമ്മൾ ഈ അടിമകളുടെ ചരിത്രം പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു ആയുധമാണത്. ഇസ്ലാമിനെതിരിൽ വൃഥ ഈ ബനു ഖുറൈള ജൂതഗോത്രവുമായി ബന്ധപ്പെട്ട ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്കതിൽ ഒരു ദിവസത്തെ ക്ലാസ് ആക്കിയിട്ട് ഇൻഷാ അല്ലാഹ് എടുക്കാം. മുഴുവൻ അഹ്സാബ് യുദ്ധമല്ല, ഇനി ഏതാനും ആയത്തുകൾ അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ളൂ. പിന്നെ ഈ സൂറത്തിൽ കുറേ വിഷയങ്ങളാണ്. നമ്മൾ തുടക്കത്തിൽ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഇതിൽ പിന്നെ ഹിജാബുമായി ബന്ധപ്പെട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് തുടങ്ങി പല കുറേ വിഷയങ്ങളാണ് ഇതിൽ. അൽഹംദുലില്ലാഹ്. വലമ്മാ റഅൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ കണ്ടപ്പോൾ, റഹ്മക്കല്ലാഹ്, അൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ പിന്നെ സഹാബികൾ അവർ കണ്ടപ്പോൾ, റഅ എന്ന് പറഞ്ഞാൽ കണ്ടു. വലമ്മാ റഅൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ കണ്ടപ്പോൾ. ഇവിടെ അൽ മുഅ്മിനൂൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? ആ അഹ്സാബ് വന്നത് കണ്ട ആളുകളാണ്. അവരാരാണ്? സഹാബികളാണ്. മുഅ്മിനൂകൾ കണ്ടപ്പോൾ അൽ അഹ്സാബിനെ കണ്ടപ്പോൾ, ആ സഖ്യകക്ഷികളെ, ശത്രു സൈന്യങ്ങളെ കണ്ടപ്പോൾ. ആ പ്രയോഗം ഉണ്ടോ? റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അൽ മുഅ്മിനൂൻ, അവർ ഈമാനുള്ളവരായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷിയാണത്. ആ വിശ്വാസികൾ, സഹാബികളാവുന്ന വിശ്വാസികൾ അവർ കണ്ടപ്പോൾ. ആരെ കണ്ടപ്പോൾ? അൽ അഹ്സാബിനെ കണ്ടപ്പോൾ, ഈ ശത്രു സൈന്യങ്ങളെ കണ്ടപ്പോൾ. ഖാലു, അവർ പ്രഖ്യാപിച്ചു, അവർ പറഞ്ഞു, ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു. ഹാദാ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഹാദാ, ഇത്. പ്രത്യക്ഷത്തിൽ നമ്മളെന്താ മനസ്സിലാക്കുക? ഹാദാ എന്ന് പറഞ്ഞാൽ ഇതല്ല. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സഖ്യകക്ഷികൾ ഉണ്ടല്ലോ, സഖ്യകക്ഷികൾ. പക്ഷേ ഹാദ എന്നാണ് പ്രയോഗിച്ചത്. ഹാദ എന്ന് പറയുക ഹാ ഉലായി എന്നല്ല. സഖ്യകക്ഷികളാകുമ്പോൾ എന്താ പറയുക? ഹാ ഉലായി, കൂട്ടർ എന്നാണ് പറയുന്നത്. ഇവിടെ ഹാദ എന്ന് പറഞ്ഞാൽ ഒന്നിലേക്കല്ല ഇശാറത്തെ പറയാം. ഹാദ, ഇത്. മാ വഅദനല്ലാഹു, അള്ളാഹു ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാകുന്നു. മാ വഅദനല്ലാഹ്, അള്ളാഹു ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാകുന്നു. വറസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലും, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാകുന്നു എന്ന് അവർ പറഞ്ഞു. അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതാകുന്നു ഇത് എന്ന് മുഅ്മിനീങ്ങൾ പറഞ്ഞു. ആ വിശ്വാസികൾ പറഞ്ഞു. അള്ളാഹു വറസൂലു, അള്ളാഹിൻ്റെ റസൂലും. എന്നിട്ട് അവർ പറഞ്ഞു, വലൈക്കും സ്സലാം, വസദഖല്ലാഹു വറസൂലു. വസദഖ, സദഖല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം പറഞ്ഞു. വറസൂലു, അള്ളാഹിൻ്റെ റസൂലും, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും സദഖ എന്ന് പറഞ്ഞാൽ സബത സിദ്ഖുല്ലാഹി വസിദ്ഖു റസൂലി എന്നാണ്. അള്ളാഹുവിൻ പറഞ്ഞ, അള്ളാഹുവിൻ്റെ ആ സത്യസന്ധത സ്ഥിരപ്പെട്ടു. പിന്നെ അള്ളാഹിൻ്റെ റസൂലിൻ്റെയും അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞത് സത്യമായി പുലർന്നു, സത്യമായി ഭവിച്ചു എന്നാണ് ഉദ്ദേശം. വമാ സാദഹും ഇല്ലാ ഈമാനും വതസ്ലീമ, അത് അവർക്ക് വർദ്ധിപ്പിച്ചില്ല. വമാ സാദഹും,
അവർക്ക് വർദ്ധിപ്പിച്ചില്ല. ഇല്ല ഈമാനൻ, ഈമാനിനെ അല്ലാതെ ഒ തസ്ലീമ, തസ്ലീമിനെയും നമുക്ക് പറയാം. ഇവിടെ പിന്നെ കപട വിശ്വാസികൾ ഈ അഹ്സാബിനെ കണ്ടല്ലോ. കപട വിശ്വാസികൾ കണ്ട് ഇതിനു മുമ്പ് പറഞ്ഞു എന്താ പറഞ്ഞത്? കപട വിശ്വാസികൾ പറഞ്ഞത് മാ വഅദന അല്ലാഹു വറസൂലുഹു, മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ. കപട വിശ്വാസികൾ പറഞ്ഞതാണ് അള്ളാഹു അള്ളാഹിൻ്റെ റസൂല് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല ഇല്ലാ ഗുറൂറ, ചതിയല്ലാതെ. ഇത് മഹാപറ്റിക്കലായി എന്നാണ് അവർ പറഞ്ഞത്. മഹാ ചതിയായി എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ മദീനക്കാരെ ഇവിടെ നമുക്ക് യാതൊരു നിക്കക്കള്ളിയില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. കപട വിശ്വാസികളുടെ വർത്താനം അതാണ്. മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ അതാണ് അവർ പറഞ്ഞത്. വലൈക്കും സലാം പറഞ്ഞ ഇതാണ് മുനാഫിഖീങ്ങൾ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പറഞ്ഞ് അവരുടെ നിലപാട് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ നിലപാട് പറയാം. മുഅ്മിനീങ്ങൾ അഹ്സാബിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു, അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലും വാഗ്ദാനം ചെയ്തതാണ് ഈ വന്നത് ഈ അഹ്സാബ് എന്ന് അവർ പറയാം. ഇവിടെ ഈ ഹാദ എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നുള്ളതാണ്. അതെ, ഒരു ഭാഗം പറഞ്ഞത് ഈ അഹ്സാബിൻ്റെ വരവ്, സഖ്യകക്ഷികളുടെ വരവ്, അതൊരു മഹാകാഴ്ചയാണ്. അന്നോളം മദീന കണ്ടിട്ടില്ലാത്ത, അവിടെ മദീനക്കാരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയമാണത്. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൈന്യം, ഒരു സൈന്യം 10,000 സൈന്യം വരുന്നതെന്ന് ആലോചിച്ച് നോക്കി. അതും പിന്നെ പല ഗോത്രങ്ങൾ, ഖുറൈശികളുണ്ട്, അഹ്ബാസികളുണ്ട്, തിഹാമക്കാരുണ്ട്, സുലൈമുണ്ട്, പിന്നെ ഈ ഗത്ഫാനികൾ ഒക്കെ പാടുണ്ട് വരുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിന് മുമ്പിൽ അവർ പറയാണ് ഹാദ. അപ്പോൾ ഇവിടെ ആ ഈ ശത്രുസേനകളുടെ സഖ്യകക്ഷികളുടെ വരവിനെയാണ് ഹാദ എന്ന് പറഞ്ഞതാണ് ഒരു വിഭാഗം പറഞ്ഞത്. വേറെ വിഭാഗം പറഞ്ഞത് ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് അള്ളാഹു അവതരിപ്പിച്ചൊരായത്തുണ്ട് സൂറത്തുൽ ബഖറയിൽ. ആയത്ത് അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ൽ മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മത്താ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ഈ ആയത്ത് ഇറങ്ങുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് ഇറങ്ങിയ ആയത്താണത്. അതിലെന്താ അള്ളാഹു പറയുന്നത്? അം ഹസീബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. വലമ്മ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കുണ്ടായ അവസ്ഥകൾ നിങ്ങൾക്കിതുവരെ എത്തിയിട്ടില്ല. നിങ്ങൾക്ക് പൂർവികർക്ക് വന്ന അവസ്ഥകളൊന്നും, പരീക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല. എന്നിരിക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറ, ആ പൂർവികർക്ക് ദുരിതങ്ങൾ, ക്ലേശങ്ങൾ ഏറ്റു. മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു, അവർ വിറപ്പിക്കപ്പെട്ടു പൂർവികർ. എത്രത്തോളം? ആ പൂർവികരിലേക്ക് നിയുക്തനായ നബിയും കൂടെ വിശ്വസിച്ചവരും അവർ ചോദിച്ചു പോയി മത്താ നസ്റുല്ലാ, അള്ളാഹിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്നോ. മനസ്സിലാ? അപ്പോൾ അള്ളാഹു പറയാണ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അലാ അറിയുക ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹിൻ്റെ സഹായം സമീപമായി ഭവിക്കും എന്ന്. ഇത് ഉണ്ടല്ലോ, അവിടെ നോക്കി നിങ്ങൾ, മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറ, ഇവിടെ കിടങ്ങിൻ്റെ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായില്ലേ, വസുൽസിലു, അതെ. ആ അന്നത്തെ നബിയും വിശ്വാസികളും ചോദിക്കുകയാണ് മത്താ നസ്റുല്ലാ, എപ്പോഴായിരിക്കും അള്ളാഹിൻ്റെ സഹായം. എത്രമാത്രം അവർ ഉറപ്പിക്കപ്പെട്ടതാണ്. കിടങ്ങിൻ്റെ സന്ദർഭത്തിൽ ഉണ്ടായതുപോലെ അള്ളാഹു പറഞ്ഞു അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹിൻ്റെ സഹായം വളരെ അടുത്ത് തന്നെ. അതിലേക്ക് ഇശാറത്താക്കിയിട്ടാണിത്. മുഅ്മിനീങ്ങൾ പറഞ്ഞു ഖാലു ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു, അള്ളാഹു അള്ളാഹിൻ്റെ റസൂൽ നമ്മൾക്ക് വാഗ്ദാനം ചെയ്ത കാര്യമാണ് ഇത് എന്ന് പറഞ്ഞാൽ ഏതാണ് ആ വാഗ്ദാനം ചെയ്തത്? ഈ ആയത്തിൽ പറഞ്ഞ വിഷയം. മത്താ നസ്റുല്ലാ അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹിൻ്റെ സഹായം വളരെ അടുത്ത് തന്നെയുണ്ട് എന്നത് ആണ് അവർക്ക് വാഗ്ദാനം ചെയ്തതായിട്ട് അവർ മനസ്സിലാക്കിയത്. പറഞ്ഞാൽ മനസ്സിലാണ്ടോ? സഖ്യസേനകൾ, ശത്രു സൈന്യർ വരുന്നത് കണ്ടപ്പോൾ സഹാബികളാകുന്ന മുഅ്മിനീങ്ങൾ അതിനെ നോക്കി പറഞ്ഞു
ഹാദാ മാ വഅദന അല്ലാഹു വ റസൂലു, അള്ളാഹു അള്ളാഹു റസൂലും വാഗ്ദാനം ചെയ്തതാകുന്നു ഇത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറയിൽ ഈ സംഭവത്തിൻ്റെ ഒരു വർഷം മുമ്പ് അവതരിപ്പിച്ച ഈ ആയത്തിൽ പറഞ്ഞ വിഷയം അതാണ് ഇവിടെ പല തഫ്സീറുകളും പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിൻ്റെ സഹായം വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞതാണ് ഇത്. മനസ്സിലായ? അങ്ങനെ അതിനെ തഫ്സീർ ചെയ്തവരുണ്ട്. വേറെ ഉപയോഗം ഫസ്സീരിങ്ങൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഅലം അന്നസ്റ അന്നസ്ർ ഇഫ്രാസുമത്താ പറയുന്നത്, നീ മനസ്സിലാക്കിക്കോ, അന്നസ്ർ വിജയം എപ്പോഴാ പറയും? അന്നസ്ര മാ സബ്ർ, ഹദീസ് സിദ്ധമായ ഹദീസല്ലേ. അന്ന النصر مع الصبر وأن الفرج എന്ന് പറഞ്ഞാൽ വിശാലത. വിശാലത എപ്പോഴാ? മാൻ കെർബ് ഞെരുക്കം, ഇഡ്സത അതിനോടൊപ്പം എന്ത് ഫറജ്, ആശ്വാസം, സമാധാനം, പിന്നെ വിശാലത. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വഅന്ന മഅൽ ഉസ്രി യുസ്ര. അവിടെ മഅൽ ഉസ്രി യുസ്ര. മഅൽ ഉസ്ർ ഞെരുക്കത്തോടൊപ്പമാണ് യുസ്ര, എളുപ്പം. ഇത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞിട്ട്, വഅലം, ഇബ്നു അബ്ബാസിനോടാണ് പറഞ്ഞത്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ ഒട്ടകത്തിൻ്റെ പിറകിൽ ഇരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് വഅലം എന്ന് പറഞ്ഞു. അലാ ഉഅല്ലിമുക കലിമാത്തിൽ ഇഹ്ഫദില്ലാഹ യഹ്ഫദുക ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക എന്നൊക്കെ പറഞ്ഞില്ലേ. അതിൻ്റെ ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്താണ്, വഅലം, നീ മനസ്സിലാക്കിക്കോ. എന്താ മനസ്സിലാക്കേണ്ടത്? അന്നൻ നസ്റ മഅ അസ്സബ്ർ, ക്ഷമയോടൊപ്പമാണ് വിജയം. വഅന്നൽ ഫറജ് മഅൽ കറബ്, ഞെരുക്കത്തോടൊപ്പമാണ് ആശ്വാസം, വിശാലത. വഅന്ന മഅൽ ഉസ്രി യുസ്ര, ഞെരുക്കത്തോടൊപ്പമാണ് എളുപ്പം. ഇത് നീ മനസ്സിലാക്കിക്കോ എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഹ്സാബിനെ, വലിയൊരു സൈന്യത്തെ മുസ്ലിമീങ്ങൾ കണ്ടപ്പോൾ, സഹാബികൾ കണ്ടപ്പോൾ കാലു, അവർ പറഞ്ഞു, ഹാദാ മാ വഅദന അല്ലാഹു വ റസൂലുഹു, ഈ കാണുന്നത് അള്ളാഹു അള്ളാഹു റസൂലും നമുക്ക് വാഗ്ദാനം ചെയ്തതാണ്. നമ്മൾ ക്ഷമിച്ചാൽ നമുക്ക് ജയമുണ്ട്, നമ്മൾ പ്രയാസം കാണുന്നതെങ്കിൽ നമുക്ക് ആശ്വാസമുണ്ട്, നമ്മൾ ഞെരുക്കം കാണുന്നതെങ്കിൽ നമുക്ക് എളുപ്പവുമുണ്ട് എന്നവർ പറഞ്ഞു എന്നാണ് മറ്റൊരു വിഭാഗം ഫസ്സരിങ്ങൾ പറഞ്ഞു. അപ്പോൾ ശരിയാണ്, എല്ലാം ശരിയാണ്. അവിടെ നോക്കി നിങ്ങൾ ആ കഠിനമായ തീവ്രമായ ചടുലമായ പരീക്ഷണം, അപ്പോൾ അവരുടെ വിശ്വാസികളുടെ നിലപാട്. എന്നാൽ മുസ്ലിം നാമധാരികളായിട്ട് വിശ്വാസത്തിൻ്റെ മേൽക്കുപ്പായിട്ടവരെന്താ പറഞ്ഞ്, മാ വഅദന അല്ലാഹു വ റസൂലുഹു ഇല്ല ഗുറൂറ, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. അള്ളാഹു അല്ലാഹു റസൂലും വാഗ്ദാനം ചെയ്തത് ചതി മാത്രമാണ്. വേറെ വിഭാഗം ഈ കപട വിശ്വാസികളുടെ പനിയേറ്റവരാണ്. അവർ പറഞ്ഞ്, യാ അഹ്ല യസ്രിബ് ലാ മുഖാമ ലക്കും, ഇവിടെ നമുക്ക് യാതൊരു നിൽക്കള്ളില്ല, അതുകൊണ്ട് വേഗം മടങ്ങുക എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥ വിശ്വാസികൾ, സഹാബികൾ, അവരുടെ നിലപാടിതായിരുന്നു, ഹാദാ മാ വഅദന അല്ലാഹു വ റസൂലുഹു വസദഖല്ലാഹു വ റസൂലുഹു. സദഖല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല, സദഖ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിദ്ഖ് സ്ഥിരപ്പെട്ടു എന്നാണ്. അള്ളാഹുവിൻ്റെ സിദ്ഖ്, സത്യസന്ധത സ്ഥിരപ്പെട്ടു. വ റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അതാണ് വിശ്വാസികൾ പറഞ്ഞത്. ചിലർ പറഞ്ഞത് സബത സിദ്ഖുല്ലാഹ് ഫി അഖ്ബാരിഹി വസിദ്ഖു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഖ്വാലിഹി. സബത സിദ്ഖുല്ലാഹ്, അള്ളാഹുവിൻ്റെ സിദ്ഖ്, സത്യസന്ധത, ഫി അഖ്ബാരിഹി, അള്ളാഹിൻ്റെ പ്രസ്താവനകളിൽ അത് സ്ഥിരപ്പെട്ടു. വസിദ്ഖു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഖ്വാലിഹി, റസൂലുള്ളാഹിൻ്റെ വചനങ്ങളിൽ, മൊഴികളിൽ, റഹ്മക്കല്ല, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ഖും സ്ഥിരപ്പെട്ടു. അതാണ് അവർ ഇതിൻ്റെ തഫ്സീറായിട്ട് പറഞ്ഞത്. അള്ളാഹു റസൂലും പറഞ്ഞെന്തോ അത് സത്യമായി. ഫറജ് എന്ന് പറഞ്ഞാൽ എതിരല്ലേ. ഫറജിൻ്റെ നേരെ വിപരീതമാണ് കെർബ് ഞെരക്ക്. സാങ്കേതികമായിട്ട് വ്യത്യാസമുണ്ട്. അതൊക്കെ
പിന്നെ സാങ്കേതികമായിട്ട് വ്യത്യാസമുണ്ട്. അറബിയിൽ ഒരിക്കലും അങ്ങനെ പര്യായ പദങ്ങളാണെങ്കിലും ആ പര്യായ പദങ്ങളൊക്കെ ഒരേ അർത്ഥത്തിലാവില്ല. പിന്നെയോ ഒക്കത്തിനും അർത്ഥവ്യത്യാസം ഉണ്ടാവും. നമ്മൾ പറഞ്ഞില്ലേ, സിംഹത്തിന് 500ഓളം പദങ്ങളുണ്ട്, അല്ലെങ്കിൽ 1000ഓളം പദങ്ങളുണ്ട് അറബിയിൽ എന്ന് പറഞ്ഞില്ലേ. ഒരേ അർത്ഥത്തിൽ 1000 പദങ്ങളല്ല അത്. മൊത്തത്തിലൊക്കെ സിംഹത്തെ അറിയിക്കുമെങ്കിലും ഭാവത്തിൽ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ചേലിൽ, വർണ്ണത്തിൽ, അതിലൊക്കെ എന്താണ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അസദ് സിംഹമാണ്, ലബുവയും സിംഹമാണ്. അസദ് ആണാണ്, ലബുവ പെണ്ണാണ്. ചില ഇങ്ങനെ അതേപോലെ ഇവിടെ ഫറജ്, അതേപോലെ തന്നെ ഉസ്ർ, അത് പിന്നെ രണ്ടും ഇഡ്സതയെ അറിയിക്കുന്നതാണെങ്കിലും പക്ഷേ അത് എന്തുണ്ട്, ആശയത്തിൽ വ്യത്യാസമുണ്ട്. ഒരേ ഇതിലാവില്ല. ഫറജും യുസുറും, ഖർബും ഉസുറും, ആശയത്തിൽ പത്തിലത് വ്യത്യാസമുണ്ട്, ഒരേ പോലെയാവില്ല. വമാ സാദഹും ഇല്ലാ ഈമാനവും വ തസ്ലീമ. എന്താ വമാ സാദഹും, അത് അവർക്ക് വർദ്ധിപ്പിച്ചില്ല. അത് അവർക്ക് എന്ന് പറഞ്ഞാൽ അത് ഏത്, ഈ അഹ്സാബിൻ്റെ വരവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നിസ്വാസല മതങ്ങൾ ഈ പ്രവചിച്ചത്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, പിന്നെ അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴെന്ന് വെച്ചപ്പോൾ അത് കരീബായുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഉണ്ടല്ലോ. അത് അവർക്ക് വർദ്ധിപ്പിച്ചില്ല. ഇല്ല ഈമാനിനെയല്ലാതെ, വ തസ്ലീമ, തസ്ലീമിനെയും. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, ഈമാനും ബില്ല. തസ്ലീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്കുള്ള സമർപ്പണം. തസ്ലീം എന്താ, അള്ളാഹ്ക്കുള്ള സമർപ്പണം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കുള്ള ആരാധനകൾ, അള്ളാഹ്ക്ക് സമർപ്പിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹ്ക്കുള്ള തവക്കുൽ, അള്ളാഹുവിലുള്ള സിഖത്ത്, ഉറപ്പ്, അള്ളാഹുവിലേക്കുള്ള മടക്കം, അള്ളാഹ്ക്കുള്ള ആരാധനകൾ, സുജൂദ്, റുക്കൂ, നിസ്കാരം, ഇതിനൊക്കെ അല്ലാതെ വർദ്ധിപ്പിച്ചില്ല. അതാണ് തസ്ലീം. വമാ സാദഹും ഇല്ലാ ഈമാനം വ തസ്ലീമ. ഈമാ ഇസ്മു മൗസൂലൻ, ഈമാൻ നാഫിയാണ്, നഫീൻ്റെ മാ കുറേ ഉണ്ട് അറബി ഭാഷയിൽ. മാ ഇസ്മു മൗസൂല, അല്ലദി എന്ന അർത്ഥത്തിൽ, യാതൊന്നും എന്ന അർത്ഥത്തിൽ. മാ എന്ന് പറഞ്ഞെങ്കിൽ മാ അന ഇല്ല, എന്താ മാ അന ഞാൻ അല്ല, ഉണ്ടോ, ഇല്ല ഫുലാൻ എന്ന ആളല്ലാതെ. അവിടെ മാ എന്ന് പറഞ്ഞാൽ നിരാകരണത്തിനാണ്. പിന്നെ പറയും മാ അക്സർ, എത്രമാത്രം, എത്ര കൂടുതലാണ് എന്നർത്ഥത്തിൽ. അവിടെ മാ എന്താ, മാ തഅജ്ജുബിൻ്റെ മാ എന്നറിയാം, അത്ഭുതത്തെ ദ്യോതിപ്പിക്കാൻ. മാ അക്സറ നുജൂം, മാ അക്സറ നുജൂമ എന്ന് പറഞ്ഞാൽ എത്ര നക്ഷത്രങ്ങളാണെന്ന് അർത്ഥം, എത്രമാത്രം നക്ഷത്രങ്ങളാണ്. അവിടെ മാ തഅജ്ജുബിൻ്റെ മാ, ഇങ്ങനെ കുറേ മാറ്റം. ഇസ്തിഫാമിൻ്റെ മഹാദ, ഇതെന്താണ്, അവിടെ എന്താ മാ ഇസ്തിഫാമിൻ്റെ. പിന്നെയുണ്ട് മാ അൽഫിയയിൽ, പിന്നെ അൽഫിയ എന്ന് പറഞ്ഞാൽ വ്യാകരണത്തിൽ കവിതാ സമാഹാരം, 1000-ലേറെ കവിതകളുണ്ട്. അതിലേറ്റവും പ്രയാസകരമായ കവിത ഏതാ? 1000-ലേറെ ബെയ്ത്തുകളുണ്ട് അൽഫിയയിൽ. അതിലേറ്റവും പ്രയാസകരമായ ബെയ്ത്ത് അയ്യുൻ കമാ വഉരിബത് മാ ലം യുദഫ് വസദ്റു വസ്ലിഹാ ളമീറുൻ ഇൻഹദഫ് എന്നാണ്. അയ്യുൻ കമാ, അയ്യുൻ എന്നാൽ അത് മാ പോലെയാകുന്നു എന്നാണ്. അയ്യുൻ കമ വഉരിബത് മാ ലം യുദഫ് വസദ്റു വസ്ലിഹാ ളമീറുൻ ഇൻഹദഫ്. ഒരു വലിയ ഏറ്റവും ടൈറ്റായ വരിയാണ് അത് അൽഫിയയിൽ എന്നാണ്. ഞാനിപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പക്ഷെ അവിടെ ആ പ്രയോഗം അയ്യുൻ എന്നാൽ കമ, അത് മാ പോലെയാകുന്നു, അയ്യുൻ എന്നുള്ളത്. അപ്പോൾ അയ്യുൻ എന്ന അർത്ഥത്തിൽ ആര് വരും? മാ വരും. ഒമാ സാദഹും ഇല്ല ഈമാൻ. ഇതിലൊരു വിഷയം എന്താ, ഈമാനെ കുറിച്ച് ഇതിലെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താന്ന് പറഞ്ഞാൽ, ഈമാൻ്റെ വിഷയത്തിൽ ഈമാൻ വർദ്ധിക്കുമെന്നുള്ള വിഷയമാണ്. ഈമാന് വർദ്ധിക്കുമെന്ന്. മാ സാദഹും, അത് അവർക്ക് വർദ്ധിപ്പിച്ചില്ല, ഇല്ല ഈമാനിനെ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഈമാൻ എന്ത് ചെയ്യും? ഈമാൻ വർദ്ധിക്കുമെന്നുള്ള അവസ്ഥ ഉണ്ട്. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഒരു വലിയ അടിസ്ഥാനമാണ്. അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ യസീദു, ഈമാൻ വർദ്ധിക്കും, വയൻഖുസു, ഈമാൻ കുറയുകയും ചെയ്യും. ഈമാൻ ഒരേ ഹാലിൽ നിൽക്കില്ല, പിന്നെ അതിന് വർദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടാകും, അത് കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ അൽ ഈമാൻ തസ്ദീഖും ബിൽ ജിനാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖുൻ, സത്യപ്പെടുത്തലാണ്, ബിൽ ജിനാൻ എന്ന് പറഞ്ഞാൽ കൽബ്, ഹൃദയം കൊണ്ട്. വഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് മൊഴിയലാണ് ഈമാൻ. പിന്നെ അമലും ബിൽ അർക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ്.
ഈമാൻ എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ സത്യപ്പെടുത്തൽ മാത്രമല്ല, കൽബിൻ്റെ സത്യപ്പെടുത്തൽ മാത്രമല്ല, പിന്നെ കൽബ് കൊണ്ട് സത്യം പറ്റുന്നത് പോലെ തന്നെ നാവ് കൊണ്ട് മൊഴിയും വേണം, പിന്നെ നമ്മുടെ അമലെടുക്കും വേണം. എന്നിട്ട് പറയുന്നത് യസീദു ബി താഅത്തിർ റഹ്മാൻ, യസീദു ഈമാൻ വർദ്ധിക്കും ബി താഅത്തിർ റഹ്മാൻ, റഹ്മാന് വഴിപ്പെടുന്നതിനനുസരിച്ച്. വയങ്കുസ് ഈമാൻ കുറയും. എപ്പോഴാണ് ഈമാൻ കുറയുക? ബി താഅത്തി ശൈത്താൻ, ശൈത്താന് വഴിപ്പെടുന്നതിനനുസരിച്ച് ഈമാൻ കുറയും. അവിടെ നോക്കി നിങ്ങൾ, പിന്നെ 5 ന്യൂനുകൾ ഈമാൻ്റെ നിർവചനത്തിൽ പറയാം. ഒന്ന് തസ്ദീഖും ബിൽ ജിനാൻ, അത് നൂനാണ്. പിന്നെ ഖൗലും ബിൽ ലിസാൻ, അത് നൂനം അല്ലേ. നൂന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ് തസ്ദീഖും ബിൽ ജിനാൻ വ ഖൗലും ബിൽ ലിസാൻ വ അമലും ബിൽ അർക്കാൻ. യസീദു ഈമാൻ വർദ്ധിക്കും ബി താഅത്തിർ റഹ്മാൻ, റഹ്മാന് വഴിപ്പെടുന്നതിനനുസരിച്ച് അള്ളാഹ്ക്ക്. വയൻഖുസു ഈമാൻ കുറയും ബി താഅത്തി ശൈത്താൻ, ശൈത്താന് വഴിപ്പെടുന്നതിനനുസരിച്ച്. 5 ന്യൂനുകൾ, അതാണ് ഈമാൻ്റെ താരീഫിൽ പറയാം. അപ്പം അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിനനുസരിച്ച് ഈമാൻ കൂടും, ശൈത്താന് വഴിപ്പെടുന്നതിനനുസരിച്ച് ഈമാൻ കുറയും ചെയ്യും. ശൈത്താന് വഴിപ്പെടുന്ന ഒക്കെ ഒരേപോലെ അല്ല അല്ലേ. ചില വിഷയങ്ങൾ ചെറു നിസ്സാരമായ തെറ്റുകളുടെ വിഷയത്തിലായിരിക്കും, ചിലത് കടുത്ത തെറ്റുകളുടെ വിഷയത്തിൽ. ഏതായാലും ഈമാൻ കുറയും. ഈമാനിന് ഒരേ അവസ്ഥ അല്ല, കൂടുകയും കുറയുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈമാൻ കൂടുന്ന പ്രവൃത്തികളൊക്കെ പഠിപ്പിച്ചത്. ഈമാൻ കൂടാൻ എന്താ, ഈമാൻ കുറയുന്ന പരിപാടികൾ സൂക്ഷിക്കാൻ പറഞ്ഞത്. അതൊരു വലിയ തത്വമാണ്. കാരണം എന്താ, ഒരു വിഭാഗം ആളുകൾ ഈമാൻ കൂടുക ഈമാൻ കുറയുക എന്ന വിഷയത്തിൽ എന്തായി, അഹ്ലു സുന്നത്തിനോട് എതിരായി. അതിൽ മുർജിയാക്കളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ. മുർജിയാക്കൾ ഈ വിഷയത്തിൽ ഈമാൻ കൂടുക കുറയുക എന്നുള്ള വിഷയം ഉണ്ടല്ലോ, അതിൽ അഹ്ലു സുന്നയോട് എതിരായി. എന്ന് പറഞ്ഞാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സത്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളൊന്നും പേടിക്കേണ്ടതാണ്. എന്ത് ചെയ്താലും ഒരു പ്രശ്നമല്ല. കാരണം എന്താ, ഈമാൻ കൂടുതലും കുറയുന്നതും പ്രശ്നമല്ല. ഒരാൾ ഈമാനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഖലാസ്, ഇനി അയാൾ ഇപ്പം ഇനി നിസ്കാരം തന്നെ ഒഴിവാക്കിയാലും ഒരു പ്രശ്നമല്ല എന്ന രീതി. അത് വലിയ തെറ്റല്ലേ. എന്ത് തെറ്റ് വന്നാലും പ്രശ്നമല്ല. കാരണം എന്തായി, അയാൾ ഈമാൻ എന്ന മേൽവിലാസമുള്ളവനായി. പിന്നെ ഇനി എന്ത് തെറ്റ് ചെയ്താലും അയാൾക്ക് പിന്നെ ഈമാനിനെ കേടാകുന്ന പ്രശ്നമല്ല, അയാൾ ഈമാനുള്ളവനായി എന്നുള്ളതാണ്. വലിയ ഒരു ചർച്ചയുടെ വിഷയമാണത്. അതും ഈ മുർജിയ കക്ഷികളുണ്ടല്ലോ, ഖവാരിജികൾ വേറെ ഉണ്ട്. ഖവാരിജികളുടേത് പിന്നെ വേറെ നിലക്കാണ്. മുർജിയാക്കളുടേത് വലിയ അപകടമാണ്. കാരണം മുർജിയാക്കൾ അവർ പിന്നെ ഖവാരിജികളെ പോലെയല്ല. ഖവാരിജികളുടെ ചില നിലപാടുകളുണ്ടല്ലോ, അതൊക്കെ പിന്നെ പെട്ടെന്ന് നമുക്കത് തെറ്റാണെന്നുള്ള തന്നെ വരും. പക്ഷെ മുർജിയാക്കൾ അങ്ങനെ, മുർജിയാക്കൾ പലരും ഇസ്ലാമിൻ്റെ പിന്നെ അഹ്ലുസുന്നത്തിൻ്റെ വേഷത്തിലാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വേഷത്തിലാണ്. അത് കാരണത്താൽ പിന്നെ അത് അവരുടേത് വലിയ അപകടമായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായാൽ മതി, എന്നാൽ എല്ലാം ആയി എന്ന രീതിയിൽ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തിൽ പറഞ്ഞു ഏത് വിഷയം? ഈമാൻ വർദ്ധിക്കുമെന്ന വിഷയം. ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞാണ് വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, അള്ളാൻ്റെ ആയത്തുകൾ അവർക്ക് ഓതി കൊടുത്തിട്ടുണ്ടെങ്കിൽ സാദത്തുഹും ഈമാന, ആയത്തുകൾ അവർക്ക് ഈമാനെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വയസ്ദാദല്ലദീന ആമനു ഈമാന, വയസ്ദാദല്ലദീന ആമനു വിശ്വസിച്ചവർക്ക് വർദ്ധിക്കാൻ. എന്ത് വർദ്ധിക്കാൻ? ഈമാൻ വർദ്ധിക്കാൻ. ഇങ്ങനെ പല ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിലും. അതിനൊക്കെ ഒരു തരം വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് താനും കേട്ടോ. പക്ഷേ അത് വലിയ അപകടമാണ് ഈ ഇർജാൻ്റെ അപകടം. ഖവാരിജികളാണെങ്കിലും, ഖവാരിജികൾ പിന്നെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്തൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ അവരെന്ത് ചെയ്തു? ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയിട്ടൊരു മുഅ്മിനാണ്. മുഅ്മിനായ വ്യക്തിയിൽ നിന്നൊരു വൻപാപം വന്നുപോയി. വൻപാപം വന്നു എന്നതിനാൽ അയാൾ ഈമാനിന് പുറത്തു പോകുക. ഒരാൾ മുഅ്മിനാണ്, ഈമാനുള്ള ഒരാളാണ്. അയാൾ എന്ത് ചെയ്തു നോക്കുക? മദ്യപിച്ചു നോക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ല. മദ്യപിച്ചു നോക്കുക. അയാൾ ഈമാനിന് പുറത്തു പോയോ? അയാൾ ഈമാനിന് പുറത്തു പോകില്ല. പക്ഷേ അയാളുടെ ഈമാൻ പൂർണ്ണ അളവിലാണോ? പൂർണ്ണ അളവിലല്ല. പിന്നെ അയാളുടെ ഈമാൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? അയാൾ ശൈത്താന് വഴിപ്പെട്ടിട്ടാണ് അദ്ദേഹം മദ്യപിച്ചത്. അത് കാരണത്താൽ തന്നെ ഈമാൻ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈമാനിന് പറ്റ പുറത്തു പോയിട്ടില്ല. ഈമാൻ്റെ ദറജ അയാളത്
കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അയാൾ ഒരിക്കലും ഈ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അല്ലേ. പക്ഷേ ഖവാരിജികൾ എന്താണ്, ഖവാരിജികൾ പറഞ്ഞത് ഒരാൾ മുഅ്മിനാണ്, അയാൾ വൽപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അയാൾക്ക് പിന്നെ ഇസ്ലാമിൽ സ്ഥാനമില്ല. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അവർ കൊല്ലുന്നത്. മുസ്ലിമീങ്ങളെ അവർ കൈകാര്യം ചെയ്യാൻ കാരണം, ചെയ്യാൻ കാരണം അവരുടെ ഈ ആദർശമാണ്. അതൊക്കെ പിന്നെ വലിയൊരു വിഷയമാണ്. സഹാബികൾ മുഴുവൻ അവർ കാഫറാക്കി. സഹാബികൾ മുഴുവൻ നടത്തണമെങ്കിൽ ഈ പിന്നെ സഫീൻ യുദ്ധത്തിനിപ്പുറം ഉള്ള സഹാബികൾ അലി റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ളവരൊക്കെ അവരെന്ത് ചെയ്തു, മുആവിയ, അംർ ഇബ്നു അസ്, എല്ലാ അബൂ അൽ ഹസൻ അശ്അരി മുതലെല്ലാവരെയും അവർ കാഫറാക്കാൻ കാരണം, പിന്നെ ആ സഹാബികളൊക്കെ അവർ വധിക്കാൻ കാരണം, പല സഹാബികളെ അവർ വധിച്ചില്ലേ, അതിനൊക്കെ കാരണം ഇതാണ്. അതിന് അവരുടെ ഒന്നാമത് അവരുടെ ഇത് ഈ കുഴച്ച് പിന്നെ ഓരോ വാദങ്ങളാണ് ഇങ്ങനെ. അതായത് ഒരു തത്വം ആവിഷ്കരിച്ചിട്ട് പിന്നെ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, അവർ തെളിവുകളെ മുറിക്കുക ചെയ്യുന്നത്. നമ്മളിവിടെ ഇത് ഓതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് പോവുക ചെയ്യണത്. അവിടെ അങ്ങനെയല്ല, അവരൊരു തത്വം ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. അതെ, ചെരുപ്പിനൊത്ത് കാല് മുറിക്കുക, ഖലാസ്. ഏതായാലും ഒമ്മാസാദഹും ഇല്ല ഈമാനും തസ്ലീമ നമ്മൾ പറയും. ഇവിടെ മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലു തബ്ദീല. ഈ ആയത്ത് കിഴക്കൻ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിന് മുമ്പ് ഇറങ്ങിയ ആയത്താണ്. ഇത് ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ് ഇറങ്ങിയത്. പക്ഷേ ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണെങ്കിലും ഇത് ബദറിലുള്ളവർക്കും ബാധകമാണ്, ഉഹുദിലുള്ളവർക്ക് പ്രത്യേകം ഉള്ളതാണ്, പിന്നെ അഹ്സാബ് യുദ്ധത്തിൽ പങ്കെടുത്തവർക്കുള്ള വിശേഷണമാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിലുണ്ട്, വിശ്വാസികളിലുണ്ട്, റിജാലുൻ, റിജാൽ എന്ന് പറഞ്ഞാൽ ചില വ്യക്തിത്വങ്ങൾ, ചില വ്യക്തിത്വങ്ങൾ, സദഖു അവർ സത്യസന്ധത പുലർത്തി, മാ ആഹദുല്ലാഹ അലൈഹി അവർ അള്ളാഹുവിനോട് കരാർ ചെയ്തതിൽ, മാമന അത് മൗസൂല യാതൊന്ന്, മാ ആഹദു അവർ കരാർ ചെയ്തു അള്ളാഹിനോട്, അലൈഹി എന്ന് പറഞ്ഞാൽ അതിന്മേൽ എന്ന് പറഞ്ഞാൽ ഈ യാതൊന്മേൽ അള്ളാഹിനോട് അവർ കരാർ ചെയ്തുവോ അതിൽ സത്യസന്ധത പുലർത്തിയവർ മിനൽ മുഅ്മിനീങ്ങളുണ്ട് എന്നാണ്. ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലു തബ്ദീല. ഫമിൻഹും അവർ അള്ളാഹുവിനോട് കരാർ ചെയ്തു, അതിൽ പിന്നെ ഫൗൽ ഫസീഹ എന്ന് പറയും. മിൻഹും അവരിലുണ്ട്, ഈ ആളുകളിലുണ്ട്, മൻ ഖദാ നഹ്ബഹു, മൻ ഖദാ നഹ്ബഹു തൻ്റെ നഹബ് പൂർത്തീകരിച്ചവർ. നഹബ് അത് നമ്മൾ മനസ്സിലാക്കാൻ ഒരു പ്രധാന വിഷയമാണ്. തൻ്റെ നഹബിനെ വീട്ടിയവർ, പൂർത്തീകരിച്ചവർ, നിർവഹിച്ചവർ അവരിലുണ്ട്. ഖദാമന നിർവഹിച്ചു, പൂർത്തീകരിച്ചു, വീട്ടി. മൻ ഖദാ വീട്ടിയവർ, നിർവഹിച്ചവർ, പൂർത്തീകരിച്ചവർ ഉണ്ട്. ഇതാ നഹബ് പറയാം. വമിൻഹും അവരിലുണ്ട്, മൻ യൻതദിർ, മൻ യൻതദിർ എന്താ, കാത്തിരിക്കുന്നവർ, പ്രതീക്ഷിക്കുന്നവർ. വമാ ബദ്ദലു തബ്ദീല അവരൊരിക്കലും മാറ്റം വരുത്തില്ല, യാതൊരുവിധ മാറ്റവും വരുത്തിയില്ല. മാ ബദ്ദലു തബ്ദീല, മാ ഗയ്യറു തഗയ്യറ അവരൊരു മാറ്റവും വരുത്തിയില്ല എന്നുള്ളതാണ്. ഒക്കെ ഭയങ്കര ചരിത്രങ്ങളാണ്, അതൊക്കെ വലിയ വിഷയങ്ങളാണ്. എന്താ ഈ ആയത്ത് ഇറങ്ങിയതിനെ കുറിച്ച് പിന്നെ ഒരു റിപ്പോർട്ടുണ്ട്. പിന്നെ ഈ ആയത്ത് പലതവണ ഓതപ്പെട്ട റിപ്പോർട്ടുകളുണ്ട്. ആയത്ത് ഇറങ്ങിയത് പക്ഷെ ഇവിടെ റിജാലെന്ന് പറഞ്ഞാൽ പിന്നെ ഉദ്ദേശിക്കുന്നത് ആണുങ്ങളെ മാത്രമാണ്. കാരണം അത് പിന്നെ ഈ യുദ്ധമുഖത്ത് പങ്കെടുത്ത ചിലരെ കുറിച്ചാണ്, അതേക്കുറിച്ച് പറയാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ഫമിൻഹും മൻ ഖദാ നഹ്ബഹു, ഈ നഹബ് എന്നത് ഉണ്ടല്ലോ ഒരു പിന്നെ ഇതിന് ധാരാളം അർത്ഥമാണ്. ഈ നഹബ് എന്നതിന് നമ്മൾ നേരത്തെ പര്യായപദം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പിന്നെ പഠിച്ചാൽ വേണ്ടി എഴുതി വെച്ചാണ്. പിന്നെ അതിപ്പോൾ ഞാനത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഇതിൽ നോക്കിയേ, നഹബിൻ്റെ അർത്ഥമാണ് തൂലുൻ വനൗമുൻ വബുർഹാനുൻ മുറാഹനത്തുൻ വഹാജത്തുൻ മുദ്ദത്തുൻ വസൈറു വൽ ഖതറു നസ്റുൻ അശദ്ദു ബുകാഅൻ ശിദ്ദത്തുൻ വ അജലു വന്നഫ്സു വൽ മൗതു വദ്കുർ ഫിഅല മൻ ഖുമിറു വൽ വഖ്തു സുമ്മ സുആലുൻ ഹിമ്മത്തുൻ സിമനുൻ ضخم الجمال معاني النحب فاختبرون.
ഇതൊക്കെ മാനി നഹബ്, നഹബിൻ്റെ അർത്ഥങ്ങളാണ്. ഫഖ്തബിറു, അതുകൊണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി എന്നാണ് പറയുന്നത്. ഒരു കവിതയിൽ ഈ നഹബ് എന്നതിൻ്റെ അർത്ഥങ്ങൾ കൊണ്ടുവന്നാണ് ഒരു കവി. എന്താ? തൂലുൻ, തൂല് എന്ന് പറഞ്ഞത് നീളം, വനൂമുൻ ഉറക്കം, വബുർഹാനൻ തെളിവ്, മുറാഹനത്തുൻ, മുറാഹന എന്ന് പറഞ്ഞത് പന്തയം, നെതുറുൻ, നെതുർ നേർച്ച, അശദ്ദു ബുക്കായൻ, അശദ്ദു ബുക്കാൻ തീവ്രം കടുത്ത കരച്ചിൽ, ഷിദ്ദത്തുൻ ശക്തി കാഠിന്യം, അജലുൻ, അജൽ എന്ന് പറഞ്ഞാൽ പിന്നെ അത് അതിർത്തി അല്ലെങ്കിൽ അവധി, വന്നഫ്സ്, നഫ്സ് പറഞ്ഞാൽ ശരീരം, വൽമൂത്ത് മരണം, വദ്കുർ ഫിഅല മൻ ഖുമിറു എന്നാണ്. വദ്കുർ ഫിഅല മൻ ഖുമിറു എന്ന് പറഞ്ഞാൽ ഖിമാർ. ഖിമാർ എന്താ ഖിമാർ? ഇന്നമൽ ഖിമാർ ഇതേ ചൂതാട്ടം, ചൂതാട്ടം ഖിമാർ. വൽ വഖ്ത് സമയം, സുമ്മ സുആലുൻ ചുമ, ഹിമ്മത്തുൻ മനക്കരുത്ത്, സിമനുൻ തടി, ദഖ്മുൽ ജിമാൽ, ദഖ്മുൽ ജിമാൽ എന്ന് വലിയ ഒട്ടകം. ഇതൊക്കെയും മആനിൻ നഹബി ഫഖ്തബിറു എന്നാണ്. മആനിൻ നഹബി ഫന്തദിർ, നഹബിൻ്റെ അർത്ഥങ്ങളാണ് ഫഖ്തബിറു. അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കി എന്നാണ് കവി പറയുന്നത്. ഞാനത് കൊണ്ടുവന്ന് വെച്ചാൽ ഇന്നലെ രാത്രി എഴുതി വെച്ചാൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പര്യായപദം നടന്നില്ലേ, അപ്പോൾ അത് വെറുതെ എടുത്താണ്. പിന്നെ അപ്പോൾ നഹബ് എന്നുള്ളതിന് നോക്കി നിങ്ങൾ ഇത്ര അർത്ഥങ്ങളാണ്, വിവിധ അർത്ഥങ്ങളാണ്. സന്ദർഭമാണ് അതിൻ്റെ അർത്ഥത്തെ നിശ്ചയിക്കുക, സന്ദർഭമാണ് അതിൻ്റെ അർത്ഥം നിശ്ചയിക്കുക. ഇവിടെയും നഹബിന് ഇത്ര തോന്നെ അർത്ഥമുള്ളത് കാരണത്താൽ ഇവിടെയും അർത്ഥം വെച്ചപ്പോൾ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞു ഈ അള്ളാഹിനോട് ചെയ്ത കരാറിൽ സത്യസന്ധത പുലർത്തിയ ആളുകളുണ്ട് മുഅ്മിനീങ്ങളിൽ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഫമിൻഹും, ആ സത്യസന്ധത പുലർത്തിയ ആളുകളിൽ ഉണ്ടല്ലോ, അവരിൽ ചിലർ ഉണ്ട്, മൻ ഖവാ നഹബഹു, അയാളുടെ നഹബിനെ പൂർത്തീകരിച്ചു എന്നാണ്, നിർവഹിച്ചു എന്നാണ്. അപ്പം എന്താ നഹബ്? ചിലർ പറഞ്ഞു നേർച്ച, നേർച്ച. മൻ ഖവാ നഹബഹു, താൻ ചെയ്ത നേർച്ച പൂർത്തീകരിച്ചവരുണ്ട്. അള്ളാഹിനോട് നേർച്ച ചെയ്തിരുന്നു. എന്ത്? ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ എൻ്റെ ശരീരവും എൻ്റെ സമ്പത്തും എൻ്റെ രക്തവും മുഴുവൻ വിനിയോഗിക്കുന്നു. ഫമിൻഹും മൻ ഖദാ നഹബഹു, നഹബിന് കരാർ നടത്തുന്നുണ്ട്, മത്സരം നടത്തുന്നുണ്ട്. ഫമിൻഹും മൻ ഖദാ നഹബഹു, തൻ്റെ മത്സരം, തൻ്റെ കരാർ പാലിച്ചവരുണ്ട്. മരണം നടത്തുന്നുണ്ട് അല്ലേ. ഫമിൻഹും മൻ ഖദാ നഹബഹു, മരിച്ചവർ, മരണം വരിച്ചവർ അവരിലുണ്ട്. അതൊക്കെ ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. മൻ ഖദാ നഹബഹു, നഫ്സിനെ നൽകിയവരുണ്ട് എന്നർത്ഥത്തിൽ. അതായത് അതും എന്നിട്ട് രക്തസാക്ഷിത്വം വരിച്ചവർ, യുദ്ധത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ചവർ എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പല അർത്ഥങ്ങളുണ്ട്. അതിൽ ചില അർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തഫ്സീറുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വരാൻ കാരണം ഈ നഹബ് എന്ന അറബി പദത്തിൻ്റെ പ്രത്യേകതയാണ്. വമിൻഹും, അവരിലുണ്ട് മയ്യന്തദിർ, മയ്യന്തദിർ എന്താ യന്തദിർ? പ്രതീക്ഷിക്കുക. നിസ്ലാസന്മാരെ പറഞ്ഞില്ലേ, മൻ ഖഅദ ഫിൽ മസ്ജിദി യന്തദിറു സ്സലാ, ഒരേ മസ്ജിദിലിരുന്നു. എന്തിനായിരുന്നു? യന്തദിറു സ്സലാ, നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നാൽ എന്താ എന്താ ബെനിഫിറ്റ്? മലക്കുകൾ എന്താ പറയുക? മലക്ക അല്ലാഹുമ്മ സല്ലി അലൈഹി, അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹുമ്മ റഹംഹു. 4 കാര്യങ്ങൾ. 4 കാര്യങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു, അള്ളാഹുവേ നീ അയാൾക്ക് പുറത്തു കൊടുക്കുക. അല്ലാഹുമ്മ സല്ലി അലൈഹി, അള്ളാഹുവേ നീ അയാളെ പ്രശംസിക്ക്, അല്ലെങ്കിൽ നിൻ്റെ കരുണ അയാൾ ചൊല്ലി. പിന്നെ അല്ലാഹുമ്മ റഹംഹു, പിന്നെ അല്ലാഹുമ്മ തുബ് അലൈഹി, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അള്ളാഹുവിൻ്റെ സനാ, പ്രശംസ, അള്ളാഹുവിൻ്റെ തൗബ, അള്ളാഹുവിനുള്ള തൗബ, പിന്നെ അള്ളാഹുവിനുള്ള റഹ്മത്ത്. 4 കാര്യങ്ങൾ. ആർക്ക്? മസ്ജിദിലിരിക്കുകയും എന്തദിർ സലാം, നിസ്കാരം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവന്. അവിടെ എന്തദിർ, ഇവിടെ വമിൻഹും അവരിലുണ്ട് മൈ എന്തദിർ. എന്തദിർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തദിർ തൻ്റെ നഹബിനെ ഖദാ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നവർ, താൻ കരാർ ചെയ്തത് പാലിക്കാൻ, താൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ മരിക്കുമെന്ന് പറഞ്ഞതിനെ പുലർത്താൻ പ്രതീക്ഷിച്ച് കഴിയുന്നവരും അവരിലുണ്ട് എന്നാണ്. മനസ്സിലായോ? അവിടെ മൻ ഖഅദ
ഫിൽ മസ്ജിദ് എന്നാണ്. മസ്ജിദ് അതിൻ്റെ പ്രയോഗം അതല്ലേ, മസ്ജിദിൽ ഇരിക്കുകയും യന്തദറുസല പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവൻ എന്നാണ്. ഇന്തിലാറുസല ബാദസല അത് വേറെ വിഷയമുണ്ട്. അത് മസ്ജിദ് ഇതല്ല. മസ്ജിദിന് ബാധകമായിട്ടുള്ളത് ഇത് മസ്ജിദിൻ്റെ വിഷയത്തിലാണ്. മൻ കാദ ഫിൽ മസ്ജിദി യന്തദിറുസല. ഒരാൾ നിസ്കാരം പ്രതീക്ഷിച്ച് മസ്ജിദിലിരിക്കുമ്പോൾ, മസ്ജിദിൽ ചെന്നിട്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ചില നിവേദനങ്ങളുണ്ട്. നമ്മൾ ഒതു ചെയ്ത് മസ്ജിദിലേക്ക് പോയി നമ്മൾ നിസ്കാരം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ മസ്ജിദിലിരിക്കുകയാണ്. പിന്നെ വഹുവ ഫീ സല, അവൻ മസ്ജിദിലിരിക്കുന്ന സമയം അത്രയും അയാൾ സലാത്തിലാണ്, നിസ്കാരത്തിലാണ്. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹത്വം എത്രയാണ് അത്ര എന്തുണ്ട്. നമ്മൾ ഇഖാമത്ത് വിളിച്ചിട്ട് പിന്നെ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് നിസ്കാരം പ്രതീക്ഷിക്കണം ആ സമയത്തുള്ളത്. അത് മസ്ജിദിൽ ഒരാൾ മസ്ജിദിൽ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ എന്നുള്ള വിഷയം തന്നെയാണ് അവിടെ ഉള്ളത്. അതേസമയം അല്ലാതെ നിസ്കാരത്തിന് ശേഷം നിസ്കാരം പ്രതീക്ഷിക്കുക എന്നുള്ള വിഷയം നിസ്ലാസൻ മതങ്ങൾ പറഞ്ഞ എന്താ, സലാസുൻ മുഹ്ലിക്കാത്ത് വസലാസുൻ മുനജ്ജിയാത്ത് വസലാസുൻ ദറജാത്ത് വസലാസുൻ കഫാറാത്ത്. ഒരു ഹദീസിൽ 3 കാര്യങ്ങൾ എന്താണ്, മുഹ്ലിക്കാത്ത് നാശങ്ങളാണ്. എന്താ ഷുഹുൻ മുത്താ വിട്ടുപോയി. അതിൽ പിന്നെ ഈ മുനജ്ജിയാത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ കഫാറാത്തിൽപ്പെട്ടതാണ് ഇന്തിലാറു സല ബാദ സല, ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിക്കുക എന്നുള്ളത്. 3 കാര്യങ്ങൾ നാശകാരികളാണ്, 3 കാര്യങ്ങൾ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, 3 കാര്യങ്ങൾ പദവികൾ എത്തിത്തരുന്നതാണ്, 3 കാര്യങ്ങൾ പ്രായശ്ചിത്തങ്ങളാണെന്ന് പറഞ്ഞ ഹദീസിൽ അതിൽ പറഞ്ഞ നിസ്കാരത്തിന് ശേഷം നിസ്കാരം പ്രതീക്ഷിക്കുന്നത്. അല്ല കുലി നമ്മുടെ വിഷയം ഇവിടെ ഇതാണ്. പിന്നെ മിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യന്തദിർ വമാ ബദ്ദലു തബ്ദീല. ഈ ആയത്ത് ഇറങ്ങിയതിനെക്കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല പറയുന്നത്, ഈ ആയത്ത് ഇറങ്ങിയത് എൻ്റെ പിതൃ സഹോദരൻ അനസ് ബിൻ നബറിൻ്റെയും അഷ്ബാഹിഹി അദ്ദേഹത്തെ പോലുള്ളവരുടെയും വിഷയത്തിലാണ്. അനസ് ബിൻ നബറിൻ്റെയും അദ്ദേഹത്തിൻ്റെയും പോലുള്ള ആളുകളുടെയും വിഷയത്തിലാണ്. അനസ് ബിൻ നബർ അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അനസ് ബിൻ മാലിക് പറയാണ്, ഈ അനസ് ബിൻ നബറിൻ്റെ പേരാണ് എനിക്കിട്ടത്, എളാപ്പാൻ്റെ പേരാണ് എനിക്കിട്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം പറയുന്നത്. അതെന്താ, ഈ അനസ് ബിൻ നബർ ഈ സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. അനസ് ഇബ്നുൻ നബർ അൻസാരിയാണ്. അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ എളാപ്പയാണ്. ഇദ്ദേഹത്തിന് ബദറിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം ഊഹദിൻ്റെ സമയത്തുണ്ടല്ലോ, ഊഹദിലേക്ക് പുറപ്പെട്ടിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് യുദ്ധം തുടങ്ങുന്ന സമയത്ത് കൊണ്ട് വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, റസൂലേ, എനിക്ക് മുശ്രിക്കീങ്ങളോടുള്ള ആദ്യ ഏറ്റുമുട്ടലിൽ സംബന്ധിക്കാൻ അവസരം ഉണ്ടായില്ല, എനിക്ക് പഠിച്ചവൻ തന്ന അവസരം ഇതാണ്. അതുകൊണ്ട് ഇന്ന് ലയറയന്നല്ലാഹു മാ അസ്ന, ഞാൻ എന്താണോ ചെയ്യണത് അള്ളാഹു കാണുക തന്നെ ചെയ്യുമെന്ന് പറയണം. അങ്ങനെ അദ്ദേഹം മുന്നോട്ടായാണ് ധീരം പോരാടി. ഉഹദ് യുദ്ധത്തിൻ്റെ ആ ആദ്യ ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടം വന്നല്ലോ. ആ 2ാം ഘട്ടം എന്താണ്, മുസ്ലിങ്ങൾ തോറ്റോടുന്ന സമയമാണ്, പിന്തിരിഞ്ഞോടുന്ന സമയമാണ്, ആ പരാജയത്തിൻ്റെ സമയം. അപ്പോൾ ഇദ്ദേഹം ഈ അനസ് ബിൻ നബർ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ മുആദ് ആളുകൾ പിന്തിരിഞ്ഞോടുകയല്ലേ, പിന്തിരിഞ്ഞോടുമ്പോൾ സഅദ് ബിൻ മുആദിനെ പിന്തിരിഞ്ഞോടനാണ് കാണുന്നത്. അല്ലെങ്കിൽ യാ അബാ അംർ ഐന അബാ അംർ, എവിടേക്കാണ് ഓടുന്നതെന്ന് ചോദിക്കുകയാണ് സഅദ് ബിൻ മുആദിനോട്. യാ അബാ അംർ ഐന എവിടേക്കാണ് ഓടുന്നത്? അൽ ജന്നത റബ്ബിൻ നദർ, റബ്ബുൽ നദർ, പിന്നെ നദറിൻ്റെ റബ്ബാണ് സത്യം, സ്വർഗം എന്നാണ് പറയുന്നത്. ഇദ്ദേഹം എന്താണ്, സഅദ് ബിൻ മുആദ് ഓടുമ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞാൽ എവിടേക്കാണ് ഓടുന്നത്? സ്വർഗം, നദറിൻ്റെ റബ്ബാണ് സത്യം, സ്വർഗം. ഇന്നീല അജിദു റീഹൽ ജന്നത്തി ദൂന ഉഹുദിൻ, ഉഹുദ് മലൻ്റെ ഇപ്പുറം ഞാൻ സ്വർഗത്തിൻ്റെ പരിമളം കാണുകയാണെന്ന് പറയുന്നു. ഉണ്ട് ഇത് പറഞ്ഞിട്ട് സഅദ് ഇബ്നു മുആദ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം സഅദ് ബിൻ റബിയുമായി വേറെണ്ട് കേട്ടോ, അതിൽ കൂടെ വരില്ല. ഇത് സഅദ് ബിൻ മുആദായിട്ട് സഅദ് ബിൻ മുആദ് പറയണം. ഇതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ടാഞ്ഞിട്ട് ധീരം അദ്ദേഹം പോരാടി, ധീരം പോരാടിയതാണ്. അങ്ങനെ അദ്ദേഹം ഷഹീദായി. എന്നിട്ട് അവസാനം പറയുന്നത് എന്താ അറിയോ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, പിന്നെ യുദ്ധത്തിൻ്റെ പൊടി അടങ്ങിയപ്പോൾ ബിഹി
അക്സറ മിൻ സമാനീന ദർബത്തൻ ബിസൈഫ് ഔ താനത്തൻ ബിറോം ഔ റമ്യത്തൻ ബിസഹം എന്നാണ്. അമ്പെയ്ത്തും അദ്ദേഹത്തിൽ ഏറ്റിട്ടുണ്ട്, കുന്തങ്ങൾ കൊണ്ടുള്ള കുത്തുകളുണ്ട്, വാൾ കൊണ്ടുള്ള വെട്ടുണ്ട്, അത് 80-ലേറെ. പിന്നെ വമുസ്സില ബിഹിൽ മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങൾ പിന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ട് തംസീൽ ചെയ്തിട്ടുണ്ട്. തംസീൽ എന്ന് പറഞ്ഞാൽ എന്താ? ചിത്രവധം നടത്തുക, കൊത്തി നുറുക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഈ ബുനാൻ ഉണ്ടല്ലോ, ഈ ചെറിയ വിരലിൻ്റെ ഈ അഗ്രഭാഗം ഒഴിച്ച് ബാക്കി മുഴുവൻ അദ്ദേഹം പിന്നെ വികൃതമാക്കപ്പെട്ടിരുന്നതാണ്. കുത്തേറ്റ് പിന്നെ വികൃതമാക്കിയിട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ റുബയ്യ എന്ന പെങ്ങൾ വന്നിട്ടാണ് ഈ ബോഡി തിരിച്ചറിയുന്നത് അനസ് ബിൻ നദറിൻ്റേതാണ്. അത് ആ വിരൽ കണ്ടിട്ട് എന്നിട്ട് അനസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഈ രംഗം, ഈ അനസ് ബിൻ നദറിനെ തിരിച്ചറിഞ്ഞ രംഗം അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലു തബ്ദീല. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നസലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്തിറങ്ങിയത് ഫി അനസ് ബിൻ നബർ, അനസ് ബിൻ നബറിലും വ അശ്ബാഹിഹി, ഇദ്ദേഹത്തെ പോലുള്ളവരിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയാം. സഹിഹായ ഹദീസാണ്. ഇതിൽ മറ്റൊരു സംഭവം, ഇത് അനസിൽ മാത്രമല്ല, ഇത് അനസ് അതിൽ പ്രത്യേകം. അനസ് റളിയല്ലാഹു അൻഹു ഈ അനസ് ബിൻ നബർ ഈ ഉഹുദിൻ്റെ സന്ദർഭത്തിൽ ഇത് സഅദ് ബിൻ മുആദ് ഓടുമ്പോൾ പിടിച്ചിട്ടാണ് ഇദ്ദേഹത്തിൽ പറഞ്ഞത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു സഅദ് ബിൻ റബിയ. സഅദ് ബിൻ മുആദ് വേറെ, സഅദ് ബിൻ റബിയ വേറെ. സഅദ് ബിൻ റബിയനോടും ഇദ്ദേഹം പറയുന്നുണ്ട്, വാഹൻ ലി റീഹൽ ജന്ന, സ്വർഗത്തിൻ്റെ പരിമളം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അജിദുഹാ ദൂന ഉഹദിൻ യാ സഅദ്. അവിടെ സഅദ് ബിൻ റബിയ എന്നിട്ട് പോരാടുന്നതാണ്. ആ സഅദ് ബിൻ റബിയവും എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ കൂടെ ധീരം പോരാടിയിട്ട് അദ്ദേഹം ഉഹദിൽ ഷഹീദായി. അദ്ദേഹമാണ് പിന്നെ വീണ് കിടന്നപ്പം യുദ്ധത്തിൻ്റെ പൊടി അടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആളെ വിടുന്നുണ്ട്. എന്താണ് പിന്നെ സഅദ് ബിൻ റബിയൻ്റെ അവസ്ഥ നോക്കാൻ. സഅദ് ബിൻ റബിയിൽ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ സലാം പറയണം, ഞാൻ കൈഫ തജിദുക്, നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് ചോദിക്കാൻ പറയണമെന്ന് പറയുന്നത്. അങ്ങനെയാണ് സഅദ് ബിൻ റബീൻ്റെ അടുക്കലേക്ക് ആളുകൾ ചെന്നിട്ട് റസൂലുള്ളാഹി നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അവസ്ഥ ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സഅദ് ഇങ്ങനെ മരണത്തോട് മല്ലിടുകയാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ വികൃതമാക്കപ്പെട്ടിരുന്നു, മരണത്തോട് മല്ലിടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെ റസൂലുള്ളാഹിനോട് എൻ്റെ സലാം പറയണം, പിന്നെ ഞാൻ സ്വർഗ്ഗം ആസ്വദിക്കുന്നു എന്നത് റസൂലുള്ളാഹിനോട് സന്തോഷവാർത്ത അറിയിക്കണം എന്നിട്ട് അദ്ദേഹം പിന്നെ മരിക്കുകയാണ് ചെയ്തത്. സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു. ഈ സംഭാഷണം നടന്നത് പിന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആയിട്ട്. മനസ്സിലായില്ലേ? സഅദ് ബിൻ മുആദ് പറയുന്നുണ്ട് റസൂലുള്ളാഹിനോട്, റസൂലേ, ഈ അനസ് ബിൻ നദർ ചെയ്തത് കണ്ടിട്ട് അങ്ങനെയുള്ള ഒരു മുന്നേറ്റവും അങ്ങനെയുള്ളൊരു പിന്നെ പെരുമാറ്റവും അതൊരിക്കലും ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അത് ഇദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ ഫഅല ഹൗലായി വ അഅ്തദിറു ഇലൈക മിമ്മാ ഫഅല ഹൗലായി എന്ന് പറയുന്നുണ്ട് ഇദ്ദേഹം ഈ യുദ്ധത്തിൻ്റെ നടുവിൽ. അള്ളാഹുവെ, ഇക്കൂട്ടർ ചെയ്തതിൽ നിന്ന് ഞാൻ നിരപരാധിയാണ്, ഇക്കൂട്ടർ ചെയ്തതിൽ നിന്ന് ഞാൻ നിന്നോട് ക്ഷമയാചിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇക്കൂട്ടർ എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിൽ ഞാൻ നിരപരാധിയാണ്. ഇക്കൂട്ടർ എന്ന് പറഞ്ഞാൽ അൻസാരികൾ തോറ്റോടിയില്ലേ, ഇവർ പിന്തിരിഞ്ഞോടിയല്ലോ, ആ പിന്തിരിഞ്ഞോടിയതിൽ ഇവർ ചെയ്തതിൽ ഞാൻ നിന്നോട് ക്ഷമയാചിക്കുകയാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ചെയ്ത് പോരടിച്ചത്. അതാണ് സഅദ് ബിൻ മുആദ് പറയുന്നത്, അദ്ദേഹം ചെയ്ത ആ സാഹസം ആർക്കും സാധ്യമാകാത്തതായിരുന്നു. എന്നിട്ട് ഇത് ഉദ്ധരിച്ചിട്ടാണ് പിന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ എന്തേക്കും ആയത്തിറങ്ങി. ഈ ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിൻ്റെ അവസാനം എന്ത് ചെയ്തത്, ഈ മുശ്രിക്കുകൾ പോകാൻ വേണ്ടിയിട്ട് പിന്നെ മാറുകയാണല്ലോ ചെയ്തത്. ഉഹുദിൻ്റെ ചെരുവിലേക്ക് മാറുകയാണ് ചെയ്തത്, മെഹ്റാസ് എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് മാറുകയാണ് ചെയ്തത്. പിന്നെ മുശ്രിക്കുകൾ പോയതിന് ശേഷം റസൂലുള്ളാഹി ഇറങ്ങി വന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി കിടക്കുന്നിടത്തേക്ക് വരികയാണ്. അപ്പം മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കൈകളൊക്കെ ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, 2 കൈയും മുറിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതേപോലെ തന്നെ മുശ്രിക്കുകൾ ഉഹുദിൽ അവർ ആളെ കൊല്ലുന്നതിലേറെ കടുത്ത ക്രൂരത ചെയ്തത് ഈ വധിക്കപ്പെട്ട ആളുകൾ എന്ത് ചെയ്ത് അവർ വികൃതമാക്കി തംസീൽ ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്അബിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് നിൽക്കുകയാണ്. അത് മിസ്അബ് ഈ രീതിയിൽ കിടക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്അബിന് വേണ്ടിയിട്ട് ദുആ ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിന് തേടി റഹ്മത്തിന് തേടിയതിന് ശേഷം
ഹദീസിൽ കാണാം ഈ ആയത്തോതി മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹി അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലു തബ്ദീല. അപ്പോൾ മനസ്സിലായി ഇത് ആർക്ക് മാത്രമുള്ള ആയത്തല്ല, അദ്ദേഹത്തിന് മാത്രമുള്ളത് ആർക്കൂടിയുള്ള ആയത്താണ് ഇത്. പിന്നെ മിസ്അബ് റളിയല്ലാഹു തആലനെ പോലെ മിസ്അബ് ഉഹദിൽ ഷഹീദായി, ഉഹദിൽ ഷഹീദായതല്ലേ. അതാണ് പിന്നെ ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രം. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, പിന്നെ ഈ ആയത്ത് ഓതിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് മിനൽ മുഅ്മിനീന റിജാലുൻ എന്നുള്ള ആയത്ത് ഓതിയിട്ട് ഹാദിഹി ഫി ഹംസത ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഈ ആയത്ത് ഇറങ്ങിയത് ആരുടെ വിഷയത്തിലാണ്? ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബിൻ്റെ വിഷയത്തിലാണ്. ഹംസൻ്റെ ചരിത്രം എവിടെയാണ്? ഉഹദിലാണുള്ളത്. മനസ്സിലായില്ലേ? അത് പിന്നെ അതാണ് ഇവിടെ അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്. അനസിലും അതേപോലെ തന്നെ വാസ്ബാഹിക അദ്ദേഹത്തെ പോലുള്ളവരില്ല. അത് മറ്റു ചില വിഷയങ്ങളുമാണ്, ചരിത്രങ്ങളാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് അതിൻ്റെ ഒരു തുടർച്ച പറയാം. ഇപ്പം മിൻഹും മൻ ഖദാ നഹ്ബഹു, ഇവരൊക്കെ ഖദാ നഹ്ബഹു, അനസ് ബിൻ നദറും അതേപോലെ തന്നെ പിന്നെ മിസ്അബും ഹംസത്തും റളിയല്ലാഹു അൻഹും ജമീ ഇവരൊക്കെ കഴിഞ്ഞാണ് മൻ ഖദാ നഹ്ബഹു. പിന്നെ വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലു തബ്ദീല. ഇത് ബദരീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമാണ്, ബദരീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമാണ്. ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ തുടർച്ചയിൽ പിന്നെ കുറച്ച് വിഷയങ്ങളുണ്ട്. മൻ യൻതദിർ അതേപോലെ വമാ ബദ്ദലു തബ്ദീല. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ബിഇദ്നില്ലാഹ് തുടരാം.